ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ മോശം പ്രതിച്ഛായയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ 2025 നടത്തിയ ഒരു സർവേ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ലിസ്റ്റിൽ ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ വന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒപ്പം ഈ രാജ്യങ്ങൾ മോശമാകാൻ കാരണം എന്താണെന്നും നമുക്ക് പരിശോധിക്കാം. ഈ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈനയാണ്. ചൈന എന്ന പേര് കേട്ടപ്പോൾ ആരും അത്രയ്ക്കങ്ങ് ഞെട്ടിയില്ല. ചൈന സാമ്പത്തികമായി ഒരുപാട് വളർന്നുവെങ്കിലും അവരുടെ ഭരണരീതികളും നയങ്ങളും ലോകത്തിൽ ചൈനയുടെ പ്രതിച്ഛായ മോശമാക്കി. ഏകാധിപത്യ ഭരണരീതി, പൗരാവകാശങ്ങൾ അടിച്ചമർത്തുന്നത്, പൗരന്മാരെ നിരന്തരം നിരീക്ഷിക്കുന്നത് എന്നിവയെല്ലാം വിമർശിക്കപ്പെടുന്നു. സിൻജിയാങ്ങിലെ ഉയ്ഗൂർ മുസ്ലിങ്ങളോടുള്ള സമീപനം, നിർബന്ധിത തൊഴിൽ, തടങ്കൽ പാളയങ്ങൾ എന്നിവ പലരും വംശഹത്യയായാണ് കാണുന്നത്. കൂടാതെ ചൈനയുടെ വിദേശ നയം കൂടുതൽ കർക്കശമാക്കിയതും ദക്ഷിണ ചൈന കടലിലെ അവകാശവാദങ്ങളും തായ്വാനോടുള്ള നിലപാടുകളും അയൽ രാജ്യങ്ങളുമായുള്ള അതിർത്തി തർക്കങ്ങളും പ്രദേശത്തെ സമാധാനത്തിന് ഭീഷണിയായി കാണുന്നു. COVID-19 മഹാമാരിയുടെ തുടക്കത്തിൽ വിവരങ്ങൾ മറച്ചുവെച്ചതും ചൈനയോടുള്ള വിശ്വാസം കുറച്ചു. ലോകത്തിലെ ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമായിരുന്ന അമേരിക്കയും മോശം രാജ്യങ്ങളുടെ ലിസ്റ്റിലുണ്ട്. അതും 2-ാം സ്ഥാനത്ത്. അമേരിക്കയുടെ വിദേശ ഇടപാടുകളും രാജ്യത്തിനകത്തുള്ള പ്രശ്നങ്ങളുമാണ് ഇതിന് കാരണം. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെയും മറ്റ് രാജ്യങ്ങളിലെയും സൈനിക അധിനിവേശങ്ങൾ വലിയ വിമർശനത്തിനിടയാക്കി. ഇത് സമാധാന ശ്രമങ്ങളായിട്ടല്ല, മറിച്ച് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള നീക്കങ്ങളായി പല രാജ്യങ്ങളും കാണുന്നു. അമേരിക്കയിലെ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ, വംശീയ സംഘർഷങ്ങൾ, തീവ്രവാദം, ക്യാപിറ്റോൾ കലാപം, കൂട്ടവെടിവെപ്പുകൾ, പോലീസ് അതിക്രമം എന്നിവയെല്ലാം അമേരിക്കയുടെ ജനാധിപത്യപരമായ പ്രതിച്ഛായയെ ബാധിച്ചു. 3-ാം സ്ഥാനത്ത് റഷ്യയാണ്. യുക്രൈനിലെ യുദ്ധമാണ് റഷ്യയുടെ പ്രതിച്ഛായ മങ്ങിയതിന് പ്രധാന കാരണം. ഈ യുദ്ധം കാരണം റഷ്യ ലോകത്തിൽ കൂടുതൽ ഒറ്റപ്പെട്ടു. അന്താരാഷ്ട്ര ഉപരോധങ്ങളെയും വിമർശനങ്ങളെയും റഷ്യ അവഗണിക്കുകയാണ്. ഇത് ഏകാധിപത്യവും ജനാധിപത്യവും തമ്മിലുള്ള പോരാട്ടമായി പലരും കാണുന്നു. രാജ്യത്തിനകത്ത് സ്വതന്ത്ര സംസാരത്തിനുള്ള നിയന്ത്രണം, പ്രതിപക്ഷ നേതാക്കളെ തടവിലാക്കുന്നത് എന്നിവയെല്ലാം റഷ്യയുടെ പ്രതിച്ഛായ മോശമാക്കി. ഈ ലിസ്റ്റിൽ 10-ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയുമായ ഇന്ത്യക്ക് പൊതുവെ നല്ല പേരായിരുന്നു. എന്നാൽ സമീപകാല സംഭവങ്ങൾ കാരണം ആശങ്കയുണ്ടായിട്ടുണ്ട്. ഹിന്ദു ദേശീയതയുടെ വളർച്ച, പൗരത്വ ഭേദഗതി നിയമം പോലുള്ള നിയമങ്ങൾ, മതപരമായ അസഹിഷ്ണുത എന്നിവ മതേതരത്വത്തിന് ഭീഷണിയായി കാണുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റം, വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്നത്, പ്രതിഷേധങ്ങൾക്കെതിരെ ബലപ്രയോഗം എന്നിവയെല്ലാം വിമർശിക്കപ്പെടുന്നു. ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായയെയും ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ സർവേ ഫലങ്ങൾ കാണിക്കുന്നത് ഒരു രാജ്യത്തെ ലോകം എങ്ങനെ കാണുന്നു എന്ന് വളരെ പ്രധാനമാണ് എന്നതാണ്. സാമ്പത്തിക ശേഷിയോ സൈനിക ശക്തിയോ മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ മൂല്യങ്ങൾ, സുതാര്യത, ശരിയായ പെരുമാറ്റം എന്നിവയെല്ലാം ഇപ്പോൾ ലോകം വിലയിരുത്തുന്നു. മോശം പ്രതിച്ഛായ ഒരു രാജ്യത്തിന്റെ വ്യാപാരം, ടൂറിസം, നയതന്ത്ര ബന്ധങ്ങൾ എന്നിവയെല്ലാം മോശമായി ബാധിക്കും. ലോകം ആദരിക്കുന്ന ഉത്തരവാദിത്വമുള്ള രാജ്യമായിരിക്കുക എന്നതാണ് പ്രധാനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.